ജനങ്ങളുടെ നടുവിൽ കടന്നുപോയത്. അവിടെ നിനക്ക് നാലാമതിനായി വന്ന് കരമടിച്ച് നടക്കുവാൻ കർത്താവുണ്ട്. പത്രോസെ എന്നെ വിട്ടുപിരിയില്ല എന്ന് പറഞ്ഞ് അവൻ നീയാണോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവരിലിരിക്കുന്ന എല്ലാത്തിനേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എന്റെ വീട്ടിൽ ഏറ്റവും ചെറിയവനാ, ഞാൻ എന്റെ വീട്ടിൽ ഒന്നിനും കൊള്ളാത്തവനാ, ഞാൻ എന്റെ വീട്ടിൽ പരാജിതനാ, എനിക്കൊരു സമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഉള്ളിൽ ദുഃഖത്താൽ നീ വലിഞ്ഞു ഭാരപ്പെടുമ്പോൾ എന്റെ പ്രിയ സഹോദരി സഹോദര, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ നിന്റെ മാനുഷികമായ ചിന്താഗതിയിൽ നീ ചെറിയവനാണ് എന്നെ കൊണ്ട് ഒന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ് നീ ദുഃഖിതനായി മാറി തീരുമ്പോൾ നിന്നെ തേടി വരുന്ന ഒരു ശമൂവേലുണ്ട്. ഹലോ, നിന്നെ തേടി വരുന്ന ഒരു ശമൂവേലുണ്ട്. അവൻ വെറുതെയല്ല നിന്നെ തേടി വരുന്നത്. നീ ഈശായുടെ മകനാ, നിനക്ക് മൂത്ത 7 ജ്യേഷ്ഠന്മാരുണ്ട്, നീ ഏറ്റവും ചെറിയവനാ, നിന്റെ ജോലി ആടുകളെ നയിക്കുന്നതാ, ഭക്ഷണമൊന്നുമില്ല, പലപ്പോഴും പട്ടിണികളാ, പലപ്പോഴും വെല്ലുവിളികളാ. നിന്നെ തകർക്കേണ്ടതിന് വേണ്ടി നിന്റെ മുന്നിൽ പല പ്രാവശ്യം സിംഹങ്ങൾ ചീറിപ്പാഞ്ഞു വന്നു. നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ ഉടയ്ക്കേണ്ടതിന് വേണ്ടി പലപ്പോഴും കരടികൾ വന്നു. നീ മാനുഷികമായി നിന്നെ തകർക്കേണ്ടതിന് വേണ്ടി. എന്നാൽ നോക്കണമേ, നീ അയക്കുന്ന മരുഭൂമി പ്രയാണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ ദാവീദ് വിളിച്ചതുപോലത്തെ ഒരു നിലവിളി, യെസ് ഹല്ലേലൂയ, എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ ഞാൻ സകലത്തിനെയും ജയമെടുക്കുമെന്നുള്ള ഒരു ആത്മദാഹം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, യെസ്, നിന്റെ കുടുംബത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കണം, എന്നാൽ നിന്നെ അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി അഭിഷേക ശമൂവേലെ നിനക്ക് വേണ്ടി ഞാൻ അയക്കുന്നു. അവൻ നിന്നെ അഭിഷേകം ചെയ്യും. അവൻ അഭിഷേകം ചെയ്യുന്നത് വെറുതെയല്ല, നിന്റെ തലമുറയിൽ അവൻ നിന്നെ അനുഗ്രഹിച്ചത് നിന്നെ ഒരു അനുഗ്രഹ പാത്രമാക്കുവാൻ അവൻ ഹല്ലേലൂയ മരുഭൂമിയിൽ നിന്ന് ആടുകളെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ വില നീ അറിഞ്ഞില്ല. എന്നാൽ ആ അഭിഷേക തൈലം നിന്റെ മേൽ വന്നപ്പോൾ നിന്റെ വില എന്തെന്നതിനെ കുറിച്ച് നീ വ്യക്തമായി അറിയും. ഹല്ലേലൂയ, നിസ്സാരപ്പെട്ടതല്ല ആ അഭിഷേക തൈലം നിനക്ക് വേണ്ടി അവൻ യഹോവ പറഞ്ഞയച്ചവനാ. അവനെ ഏറ്റെടുത്താണ്. ഹല്ലേലൂയ. എന്റെ മരുഭൂമി ജീവിതത്തെ ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ വേദനയും കണ്ണീരും പാടുകളും ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനം വീണ്ടും ഇപ്രകാരം ഇടപെടുന്നു. കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവനെ, നീ നിസ്സാരപ്പെട്ടവനല്ല. നിന്റെ മേൽ വച്ചിരിക്കുന്ന അഭിഷേക തൈലം നീ പോലും ആലോചിച്ചു നോക്കാൻ പറ്റാത്തതിന് അപ്പുറമായുള്ള ഒരു വലിയ അഭിഷേക തൈലമാ. അത് നിന്റെ മേൽ ഒരിക്കലാണ് ഇന്നവരെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ കണക്കുള്ളവരായിരിക്കാം. പലവരും നിന്റെ കണക്കിലാണ് പറഞ്ഞ് തള്ളിക്കാണാം. ശ്രീമല ഹസുരിയ ബലവല മുടമന മൗഢകര ജീവല അന്തരകട മൗഢശക ദീവനമന. എപ്പോഴും അനുഭവിക്കുന്നു. എന്റെ ദൈവം എന്നെ വിളിച്ചത് വെറുതെയല്ല, അവൻ എന്നെ വിളിച്ചതിന്റെ പുറകിൽ വലിയ പദ്ധതികളുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസത്തിന് ഭംഗം വരാത്ത തക്കവണ്ണം നിന്നെ നിറച്ച് സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ അവൻ തയ്യാറാ. ഹല്ലേലൂയ. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രകാരം മാത്രമാ. അവൻ സ്വന്തം നീ റെഡിയാണോ? ഹല്ലേലൂയ. നീ റെഡിയാണോ? നീ റെഡിയാണോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വെറുതെയല്ല നിന്നെ വിളിച്ചത്. നീ റെഡിയാണോ? നീ റെഡിയാണെങ്കിൽ നീ തന്നെ നിന്റെ കുടുംബത്തിൽ അവൻ നിന്നെ തന്നെ ഞാൻ അഭിഷേകം ചെയ്യുവാൻ വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി കാണാം. യെസ്, എന്നെക്കാൾ വലിയവനാണ് എന്റെ അവൻ ജ്യേഷ്ഠന്മാർ, അവൻ പടവീരന്മാർ അനേകരുണ്ട്. എന്നാൽ അവരെക്കാളും എന്നെ എങ്ങനെ ശ്രേഷ്ഠനെന്ന് എണ്ണി ഞാൻ എന്ത് അർഹതയാണുള്ളതെന്ന് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി കാണാം ദാവീദ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ ദാവീദിന്റെ ദൈവത്തിന്റെ പദ്ധതി ഈ മനസ്സുകൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നത് അത്രമായുള്ള ഒരു വലിയ പ്രവൃത്തിയാണ്. ജീവന
കുറച്ചു നേരം ആത്മാവിൽ അങ്ങ് ദൈവത്തോട് ആരാധിച്ചോട്ടെ. കുറച്ചു നേരം ആത്മാവിൽ ആത്മാവിൽ നീ ദൈവത്തോട് ആരാധിച്ചോട്ടെ. കുറച്ചു നേരം ആത്മാവിൽ ദൈവത്തോട് സമർപ്പിച്ചാണ് ഒരു ആത്മസ്ഥാനത്തിന്റെ ചോറ് അവനോട് പറഞ്ഞാണ്, ഞാൻ എന്റെ വീട്ടിൽ തള്ളപ്പെട്ടവനാ, ഞാൻ എന്റെ കുടുംബത്തിൽ ഏറ്റവും ചെറിയവനാ, എനിക്കൊരു വിലയില്ല, ഞാൻ പലപ്പോഴും തള്ളപ്പെട്ടവനായിരുന്നു, യേശുവേ എന്നെ ഒന്ന് നോക്കണമേ എന്ന് വിളിച്ചോട്ടെ. നിന്റെ വിളിപ്പുറത്ത് കടന്നു വരുവാൻ ആ നിന്റെ മുൻപിലുണ്ട്. നിന്നെ നോക്കി അവർ പ്രകാരം പറയും, ഓ കൃപ ലഭിച്ചവരെ, നീ നിസാരപ്പെട്ടവനല്ല. ഓ കൃപ ലഭിച്ചവരെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ കൃപ വേണം, എത്ര പേർക്ക് ആ ദയ വേണം. അത് വെറുതെ ലഭിക്കില്ല കേട്ടോ. കടന്നു പോകുന്ന മരുഭൂമിയാണെങ്കിലും അവിടെ നിന്റെ ഉള്ളിൽ തീയുണ്ടെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആ ആഗ്രഹം നിന്റെ ജീവിതത്തെ മാറ്റിത്തിരിക്കും. ഇന്ന് പകൽക്കാലം ഈ സൺഡേ വർഷിപ്പിൽ, ഈ സൺഡേ ആരാധനയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർക്ക് അവൻ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ദാവീദിന്റെ മേൽ ഉണ്ടായിരുന്ന അതേ അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ തലയിൽ ഒഴിക്കും. കൈയടിക്കുന്ന ആ കരമുയർത്തുവാൻ കഴിയുമെങ്കിൽ ആ കരമുയർത്തിക്കോ. ഇത് നിന്നോട് ഇടപെടുന്ന ഈ പകൽക്കാലം നിന്നോട് ഇടപെടുന്ന ദൈവത്തിന്റെ അവൻ വചനമാണ്. ഹല്ലേലൂയ. ഓ യേശുവേ, എൻ വീടും എൻ വീട്ടാരേ
என் தேவைகள் யாவையும் உன் கரம் നൽകിയதே. சொல்லலாமா? அன்றென்று காணம் என் தேவைகள் யாவையும் உன் கரம் നൽകിயதே. இடங்களை சொல்ல ஒரு வார்த்தையே இல்லை. நீ நடத்திடும் இடங்களை சொல்ல ஒரு பூரண வார்த்தையே இல்லை. எபினேசரே, எபினேசரே, என் நாள் வரை சுமந்தவரே. நன்றி அப்பா, என்னை இதயத்தில் சுமந்து வந்தீர் ஆண்டவரே. ஓ, என்னை கருவோட காத்தீர் ஆண்டவரே. உமக்கு நன்றி ஆண்டவரே. அப்பா, என்னை இதுவரை பாதுகாத்து கொண்டு வந்து உன்னோட பெரிய கிருபைக்காக நன்றி ஆண்டவரே. இயேசுவென்று சொன்னவரே வார்த்தை உண்டு. அந்த வார்த்தை பின்னில் ஒரு அர்த்தம் இதுதான். அவன் சகல ஜனங்களை காப்பாற்ற வந்த ஒரு ரட்சிப்பான பிதா. ஓ சகோதரி சகோதரா, உன்னை மீட்சிக் கொள்ள, உன்னை பாதுகாக்க, உன்னை அவன் ரட்சிக்க வந்த ஒரே கர்த்தர் நம் தேவன் இயேசு கிறிஸ்து மட்டுமே. அனைத்தது அதிசயமே. ஞானிகள் மத்தியில் பைத்தியம் என்னை அழைத்தது அதிசயம். இதுக்கான பாத்திரங்கள் ஒப்புக்கொடு. இது கிருபைதான். நான் இதற்கான பாத்திரமல்ல, இது கிருபையே வேறொன்றுமில்ல. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. அந்த உள்ளத்திலிருந்து வரட்டும். அவனோட நன்றியை பார்க்கும்போது நம் கர்த்தர், நம் தேவன், அவன் பரலோகத்தில் சந்தோஷப்படுவார். ஒரு உள்ளத்திலிருந்து வருகிற நன்றியை பார்த்து அவன் மகிமையை பெற்று உம்மை காண்பவன் பார்த்து அவன் சந்தோஷத்தோடு சொல்லிக் கொண்டிருக்கிறார். நீ சோர்ந்து போகாத மகனே, சோர்ந்து போகாத மகனே, உன்னோட நன்றிகள், நீ துணிக்கிற கடன் புகழும் எல்லாமே நம் கர்த்தரிடத்தில் கடந்து சென்று உம்மை அபிஷேகத்தினால் திருடவனை போற்றி பயந்து சொன்ன வசனப்படி உம்மை நிரப்பிக் கொண்டிருக்கிற தேவன். எத்தனை சொல்ல முடியும்? ஹல்லேலூயா. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவரே. நன்றி சொல்லுவோம். நன்றி. உன் உள்ளத்திலிருந்து வரட்டும், உன் உள்ளத்திலிருந்து வரட்டும். ஓ ஹல்லேலூயா. இந்த மனிதர்கள் உன் முகத்தை பார்க்கிறார், என் கர்த்தரோ உன் இருதயத்தை பார்க்கிற தேவன். உண்மையா சொல்லுவோம். ஹல்லேலூயா. எத்தனை பேருக்கு அந்த உள்ளத்திலிருந்து நன்றி வருது? ஓ, அந்த நன்றியை பார்த்துக் கொண்டு என் தேவன் சொல்கிறார், ஓ அன்பானவர் சாத்தானே, என் பிள்ளையை பார். அவன் எவ்வளவு இக்கட்டான சூழ்நிலைகள் நடுவில் கடந்து போனாலும், அவன் எத்தனை பெரிய வேதனைகளை அனுபவித்தாலும், ஓ அந்த பாடுகளின் நடுவில் நின்று கொண்டு அவன் என்னை மகிமைப்படுத்துற என்னோட மக்களை நீ பாருன்னு சொல்லி அந்த சாத்தானை பார்த்து அவன் அதிகாரத்தோடு ஒப்புக்கொடுக்கிறியா? ஒப்புக்கொடுக்கிறியா? ஹல்லேலூயா. உன்னை பார்த்துக் கொண்டிருக்கிறேன், உன் உள்ளத்தை சோதனை பண்ணி கொண்டிருக்கிறேன், உன்னோடு கூட பேசுகிறேன். ஓ கர்த்தர் உன்னிடத்தில் இருக்கிறார். அந்த தேவனை பார்த்து உண்மையை அவனுக்கு சொல்ல முடியுமா? உண்மையை அவனுக்கு சொல்ல முடியுமா? உன் உள்ளத்திலிருந்து தகப்பனே
கையிருக்கிறவங்க சொல்லலாம். எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே, நன்றி நன்றி அப்பா. உம்மை இதயத்தில் சுமந்து கொண்டிருக்கிற கர்த்தர், உம்மை இதயத்தில் சுமந்து கொண்டிருக்கிற கர்த்தர், உம்மை உள்ளத்தில் சுமந்து கொண்டிருக்கிற கர்த்தர். ஓ, மனிதன் வாயில சொல்லுவான், உம்மை நான் உள்ளத்தில் சுமந்து கொண்டிருக்கிறேன் சொல்லி. ஓ, உம்மை காப்பாற்றும் என்று சொல்லி மனிதர் வாயில சொல்லுவார்கள். வசனம் சொல்கிறேன், உம்மை உண்மையாக என் உள்ளத்தில் சுமந்து கொண்டிருக்கிறேன். ஓ, உண்மையை நான் உண்மையாக என் உள்ளத்தில் சுமந்து கொண்டிருக்கிறேன். சகோதரி சகோதரா, உண்மை உண்மையாக உள்ளத்தில் சுமந்து கொண்டிருக்கிறேன். அந்த கர்த்தரை பார்த்து நீ உண்மையாக சொல்ல முடியுமா? ஓ, எஸ் ஹalleluya. அந்த தேவனிடத்தில் ஒரு நிமிஷம் ஒப்பு கொடுத்துட்டா ஹalleluya. நன்றி அப்பா. செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவேன். ஓ, உமக்கு ஆண்டவர் செய்த நன்மைகளை சொல்லி சொல்லி பாடுவியா? ஓ, ஆண்டவர் உமக்கு செய்த நன்மைகளை சொல்லி சொல்லி உன் உள்ளத்திலிருந்து பாடிக்கொண்டே இரு. ஓ, செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவேன். 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 சேர்ந்து பாடுவோம். செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவேன். உண்மையாக பாடுவோம். செய்த நன்மை ஆயிரங்கள் சொல்லி சொல்லி பாடுவேன். நன்றி நன்றி தகப்பனே, நன்மை செய்தியே. சந்தோஷப்படு. நன்றி தகப்பனே, நன்மை செய்தியே. நன்றி தகப்பனே, நன்மை செய்தியே. நன்றி தகப்பனே, நன்மை செய்தியே. நன்றி தகப்பனே, நன்மை செய்தியே. நன்றி ஓ தகப்பனே, நன்மை செய்தியே. உண்மையா சொல்லுவோம். ஓ, நன்றி தகப்பனே, நன்றி தகப்பனே. ஓ, எனக்காக நன்மை செய்த உன்னோட பெரிய தீமைகளுக்காக நன்றி. ஓ, நீங்க சொன்ன பூரா வாழ காமா ராமா, பூரா வாழ தீமா ராமா, பூரா சொன்ன ரீதந்தே, பூரா சொன்ன தீமந்தோரா, பூரா வாழ தீமந்தேவா, காமா சொன்ன பூரந்தோரா, பூரா வாழ பூரா சொன்ன தீமந்தோரா, ரூலத்தே, தீம சொன்ன பூரந்தீரா, பூரா வாழ ஜீரா ராமா, பூரந்தீரா, ரீகந்தாரா, ராமத்தீமா, பூரா தீர பேரே சேதே, பேரே பேரே ரேமா சேதே, பூரா பூரா ஜீவ தீமா, பூரா தீமா ரீவா, பூரா ராடா ராடா சாடா ராகா ராமா, பூரா பூரா ரீகா பாலா, பூரா பாலா ஜீவா பாலா, ரீகந்தாரா ரீவா, பூரா பேரே பேரே சேகே, தீவா பேரே பேரே, தீவா சாடா, பூரா தீவா, தீவா சாடா, தீவா, பூரா தீவா, ரீவா தீவா, ரீவா சாடா, ராமா தீவா. പരീക്ഷണങ്ങൾ വരുമോ? ഇല്ലേ? എങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ വരിക? പല രീതിയിൽ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അല്ലെ? ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ജയിക്കണമെങ്കിൽ എങ്ങനെ കഴിയാ? യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം, ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പലവരുടെ ജീവിതത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, ദൈവവുമായി ഒരു ബന്ധമില്ല, ആരാധിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എത്ര പ്രാർത്ഥിച്ച് ഒരു ഭയങ്കര പവർഫുൾ ആരാധനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോയാൽ അടുത്ത തുടങ്ങി പരീക്ഷണം, അടുത്ത തുടങ്ങി പ്രശ്നം, അടുത്ത ബുദ്ധിമുട്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായി പല ചിന്തകൾ വരും. എത്ര ആരാധിച്ചിട്ടും എന്തുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ വരുന്നു, എന്തുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ വരുന്നു എന്ന് നാം പലപ്പോഴും ചിന്തിച്ചു കാണാം അല്ലെ? പലപ്പോഴും ചിന്തിച്ചില്ലേ? പലപ്പോഴും നാം ചിന്തിച്ചവരാണ് എന്തുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ വരുന്നു. അപ്പോഴാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഈ പരീക്ഷണം നിങ്ങൾ മാത്രമല്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹലോ, ആരാ? കർത്താവും ഈ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? കർത്താവും ഈ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇപ്രകാരം പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ തുടങ്ങാത്തവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓക്കെ, സ്തോത്രം. വായിച്ചോട്ടെ.
എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വീണ്ടും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ആർക്ക് വേണ്ടിയാ? യേശു ക്രിസ്തുവുമായി ഒരു ബന്ധത്തിൽ അവനെ വിട്ട് പിരിഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു ജീവിതമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവനിൽ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന പേരുള്ള നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചാണ് ഇപ്രകാരം പറയുന്നത്. എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജനമേ, നിങ്ങളോട് പറയുന്ന ആൻസർ ഇതാണ്. എന്താണ്? നിങ്ങളിൽ സമാധാനം ഉണ്ടാകേണ്ടതിനായി ഞാൻ ഇത് പറയുന്നു. എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, എന്നിൽ സമാധാനം, നിങ്ങളിൽ നിന്ന് ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പറയുകയാണ് എന്ന് പറഞ്ഞ അടുത്ത വാക്യം എങ്ങനെ വായിക്കുന്നത്? വായിച്ചേ. ലോകത്തിൽ, വേൾഡിൽ എന്തുണ്ട്? ലോകത്തിൽ കഷ്ടമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, ആന്ധ്രയിലോ നോർത്തിലോ അതുപോലെ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ മാത്രമല്ല. കർത്താവ് പറഞ്ഞെന്താ? ലോകത്തിൽ, വേൾഡിൽ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഹലോ, മനസ്സിലായോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും, അപ്പൊ കഷ്ടപ്പെടാൻ വേണ്ടിയാണോ കർത്താവിനെ പിൻപറ്റുന്നത്? നീ കഷ്ടപ്പെടുവാൻ വേണ്ടിയല്ല കർത്താവിനെ പിൻപറ്റുന്നത്. നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളെ എങ്ങനെ അഭിമുഖിച്ച് കടന്നു പോകാൻ പറ്റുമെന്നതിനെ കുറിച്ച് അറിയാൻ കൂടി വേണ്ടിയാണ് കർത്താവിനെ പിൻപറ്റുന്നത്. സ്തോത്രം. ആമേൻ. നോക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, എൻ മുഖാന്തരം, ആമേൻ, സ്തോത്രം, നിങ്ങൾ അനുഭവപ്പെടുന്ന കഷ്ടങ്ങൾ, ഭാരങ്ങൾ, വേദനയെല്ലാം ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, മക്കളെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. എങ്ങനെയാ ധൈര്യപ്പെടുന്നത്? ആ പോരാട്ടത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മക്കളെ, ഉണർന്നുകൊള്ളുക, അനത്തായിരിക്കുക, നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ കഷ്ടത്തെ ജയിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണോ ജയിച്ചത്? ഹലോ, ഞാൻ എങ്ങനെയാ ജയിച്ചത്? ഞാനെങ്ങനെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുന്നു, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ആ ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ്. അവന് പറയപ്പെടുന്ന എല്ലാ വാക്കുകളും അവൻ അനുഭവിക്കുക. കഷ്ടം അനുഭവിച്ചു, പീഡനങ്ങൾ അനുഭവിച്ചു, കണ്ണീർ ചിന്തിയ ശാരീരമായി, അല്ലേ? ശാരീരമായി കർത്താവ് പീഡനം അനുഭവിച്ചില്ലേ? അനുഭവിച്ചോ? അനുഭവിച്ചോ? കർത്താവ് ശാരീരമായി എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചില്ലേ? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എവിടെ അനുഭവിച്ചത്? അവന്റെ ക്രൂശില്ലേ? ക്രൂശിലാണ് അവൻ ഏറ്റവും കൂടുതൽ, ഒരു മനുഷ്യനും അനുഭവിക്കാൻ പറ്റാത്ത അത്യന്തമായ ഒരു കടുത്ത വേദന. ഒരു മനുഷ്യന് പറഞ്ഞ വാക്കുകൊണ്ട് ഒതുക്കാൻ പറ്റില്ല ആ വേദന. അത്രമാത്രം ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള 6 ലിറ്റർ രക്തവും ചോർന്നു പോകുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു വേദനയായിരിക്കില്ല. അത്രമാത്രം അവൻ കഷ്ടം അനുഭവിച്ച് നമ്മുടെ മുൻപിൽ മാതൃകയായിരിക്കുക. നമ്മുടെ മുൻപിൽ അവൻ അതിനെക്കുറിച്ച് ഒരു മാതൃകയായിരിക്കുകയാണ്. പിന്നെ അതോടെ തീർന്നോ? പിന്നെ നാം എന്തുകൊണ്ട് ബാക്കിയുള്ള മാനുഷ്യമായി ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? എത്ര പറഞ്ഞിട്ടും, എന്റെ കൂടെ നിന്നെ കൊണ്ടുവന്നിട്ടും, ഞാൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നീ കണ്ടിട്ടും ഞാൻ ആരാന്ന് പോലും നീ മനസ്സിലാകുന്നില്ലേ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ. എന്താ ഹൃദയം? എന്തൊക്കെ എങ്ങനെ കലങ്ങി പോകുന്നത്? വിശ്വാസം കുറവാ, വിശ്വാസമില്ല. ശരിക്കും വിശ്വാസം, കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൂടെ നടക്കുന്നു, അത്ഭുതങ്ങളെ ചെയ്യുന്നു, മിറാക്കിൾ ചെയ്യുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, അവൻ കുരുടനെ സൗഖ്യമാക്കുന്നു, എല്ലാം ചെയ്യുന്നത് കൂടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ ശിഷ്യന്മാരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക. ഹലോ, എന്നിൽ വിശ്വസിക്കുക. മക്കളെ, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും. കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ കുറിച്ചും അനേക ജനങ്ങൾ, ഏകദേശം 4000-5000 പേർ പുരുഷാരങ്ങൾ ഇങ്ങനെ പിൻപറ്റി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഏറ്റവും അഭിമുഖിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ശിഷ്യന്മാരോടാ, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. വിശ്വാസം എപ്പോഴും നിർബന്ധമാ. എന്ത് വിശ്വാസമാ? അവൻ യേശു ക്രിസ്തു ദൈവം എന്നതിനെ കുറിച്ച് നീ അല്പം പോലും സംശയിച്ചു പോകാതെ നീ ഉറച്ച വിശ്വാസത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെയാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുക. നിങ്ങൾ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും ഞാൻ ആരാന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും സങ്കടത്തോട് പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക. ഹലോ, പല പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ചില ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങി പഴയ പാപത്തിന്റെ ചിന്താഗതിയിൽ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ വിശ്വാസം പോരാ,
നീ എന്നെ കുറിച്ച് അറിഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നിന്റെ വിശ്വാസത്തിന്റെ അളവ് ഇത് പോരാ. അതാണ് കർത്താവ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു വിശ്വാസമായിരിക്കും, ഒറ്റ വിശ്വാസം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലതിനെ ചൊല്ലി കർത്താവ് മാർത്തയെ നോക്കിയപ്പോ, നോക്കണം സ്തോത്രം, മറിയ സ്തോത്രം, മാർത്ത എന്ത് ചെയ്തു? മാർത്ത മറിയ നേരെ കർത്താവിന്റെ കാൽക്കീഴിലിരുന്നു. മാർത്തയോ അവൾ പലതിനെ ചൊല്ലി പോയി വീട്ടിന്റെ പല കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ഈ അവസ്ഥയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കർത്താവ് വന്ന് നമ്മുടെ മുൻപിലിരിക്കുക, അവനോട് യാചിക്കുക അല്ലാതെ സ്വയമായ പലതുകൾ അന്വേഷിച്ചുകൊണ്ട് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അവനോട് കടം ചോദിക്കുക, ഇവനോട് കടം ചോദിക്കുക, ആ ഹോസ്പിറ്റലിലേക്ക് പോകുക, ഈ ഹോസ്പിറ്റലിലേക്ക് പോകുക. നാം പലതിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. കർത്താവ് അതിന് പറയുന്ന ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. മാർത്തേ, അവൻ നിന്റെ സഹോദരി മറിയ തെരഞ്ഞെടുത്തത് ഒന്ന് മാത്രമല്ല, അതാണ് നിലനിൽക്കുക. എന്താണ്? വിശ്വാസത്തോടെ കർത്താവിനെ കാൽക്കൽ വന്ന് ഇരുന്നു. നീ പലതിനെ ചൊല്ലി വിലപിക്കുന്നത് എന്തിനാ സഹോദരാ? എങ്ങനെ ഇത് നടക്കും എന്ന് പറഞ്ഞ് പലതിനെ ചൊല്ലി വിലപിക്കുന്നത് എന്തിനാ? നിന്റെ ഉള്ളത്തെ കാണുന്ന കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. പിന്നെന്തിനാ നാം വേറെങ്ങോട്ട് ഓടുന്നത്? എന്തിനാ വേറെങ്ങോട്ട് ഓടുന്നത്? നമ്മുടെ മുൻപിൽ എപ്പോഴും കർത്താവുണ്ട്. കർത്താവ് പറഞ്ഞു, നീ കൂരിയുടെ താൽവരിയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥം വഹിക്കില്ല. എന്തുകൊണ്ട് അനർത്ഥം വഹിക്കില്ല? അവിടെ ഞാനുണ്ട്, അവിടെ കർത്താവുണ്ട്. നീ സിംഹത്തിന്റെ വായുടെ മുന്നിൽ പെട്ടാലും അവിടെ ആരുണ്ട്? കർത്താവുണ്ട്. സിംഹത്തിന്റെ വായ അടയ്ക്കുവാൻ. നീ എത്ര വലിയ തീച്ചുളയുടെ നടുവിൽ കടന്നുപോയാലും അവിടെ നിനക്ക് നാലാമതിനായി വന്ന് കരം പിടിച്ച് നടക്കുവാൻ കർത്താവുണ്ട്. അവൻ സകലത്തിലും നമ്മളെ താങ്ങി, നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്ത് അവനൊരു നിഴലായി നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുക. അവനിൽ നിന്ന് വിട്ടുപിരിയും. പല ചിന്താഗതികളിലേക്ക് മാറിപ്പോകുക. പെട്ടെന്ന് ഉടനെ വരുന്ന പ്രശ്നങ്ങളുടെ ആ സ്പോട്ടിൽ തന്നെ ആലോചിക്കാൻ പോലും സമയമില്ല. എടുത്ത ആ ഒരു തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആമേൻ സ്തോത്രം, കർത്താവ് സകല ബുദ്ധിമുട്ടുകൾ നടുവിൽ കടന്നു പോയിട്ടുണ്ട്. അവൻ പരീക്ഷണത്തിൽ അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. അവൻ പരീക്ഷണത്തിൽ അവൻ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവൻ ശാരീരികമായി അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി അവന്റെ സകല രക്തങ്ങളെ ഊറ്റി തന്ന് അവൻ സകല ഭാരങ്ങളെ അനുഭവിക്കുവാനിടയായി. സകലതും നിവർത്തീകരിച്ചതിന് ശേഷം അവൻ വീണ്ടും നിന്നെ നോക്കി ഇപ്പോൾ പറയുകയാണ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എന്റെ കൂടെ നടന്നതൊക്കെ ഓക്കെ, എന്റെ കൂടെ നിൽക്കുന്നതൊക്കെ ശരിയാണ്. എന്നാലും നിന്നെ കുറിച്ച് എനിക്ക് ഇപ്പോഴും പറയേണ്ട ഒരു വാക്ക് ഇത് മാത്രമാണ്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. കടഭാരങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. പല പേർ നിന്നെ ചൊല്ലി ദുഃഖപ്പെടുത്തും. അപ്പോഴും നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് നിന്നെ വിട്ട് മാറിപ്പോയത് ഞാൻ മാറില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും? ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ്, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പറഞ്ഞ് നിന്നെ വിട്ട് മാറിപ്പോയാലും ഞാൻ നിന്നെ വിട്ട് മാറില്ല കർത്താവേ. ഹല്ലേലൂയ. ഹലോ, ആ ഒരു വാക്കില് സ്തോത്രം നോക്കണമേ. ആ ഒരു വാക്കിൽ യാഥാർത്ഥ്യമുണ്ട്, ആ ഒരു വാക്കില് സത്യമുണ്ടെന്ന് നമുക്ക് അറിയണം. അവൻ പറഞ്ഞത് സത്യമാണ്, പക്ഷെ തെറ്റിപ്പോകുമെന്നുള്ളത് കർത്താവിന് അറിയുമായി. അവിടെ അവൻ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ആരെല്ലാം തെറ്റിപ്പോയാലും ഞാൻ നിന്നെ വിട്ടുപിരിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് മരിച്ചുയർത്തതിന് ശേഷം വീണ്ടും പത്രോസിന്റെ അടുക്കലേക്ക് വരികയാണ്. ഹലോ, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും അവൻ പത്രോസിന്റെ അടുക്കിലേക്ക് വരിക. പത്രോസ് വീണ്ടും എന്ത് ചെയ്തിരിക്കുക? പഴയതുപോലെ വലവീശി മീൻ പിടിക്കാൻ തുടങ്ങി. അവന്റെ അടുക്കിലേക്ക് പോയിട്ട് വീണ്ടും കർത്താവ് ചോദിക്കുക, പത്രോസ് എന്നെ വിട്ടു പിരിയില്ല എന്ന് പറഞ്ഞ് അവൻ നീയാണോടെ വലവീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവരിൽ ഇരിക്കുന്ന എല്ലാത്തിനേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വാക്ക് കേട്ടപ്പോൾ പത്രോസ് കുറച്ചേരം സ്തംഭിച്ച് നിന്നുകാണ്. ഞാൻ യാഥാർത്ഥ്യമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്റെ കർത്താവ് ഞാൻ തള്ളി പറയുമില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നുണ്ട് കർത്താവ്. ഇതുവരെ ഞാൻ നിന്നെ തള്ളി പറഞ്ഞു, ഇതുവരെ നിനക്കെതിരായി കുറ്റം വിധിച്ചു, ഇതുവരെ നിന്റെ വചനത്തിന് വിരോധമായി അനേകത ചെയ്തു. എന്നാൽ കർത്താവെ, ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് വീണ്ടും ഒരു ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് നിനക്കുള്ള നിന്റെ ചോദ്യമായി വിചാരിച്ചു. ഇരിക്കുന്ന മാർത്തിപ്പിനെ നോക്കിയായിരിക്കാം, അല്ലെങ്കിൽ വിജയിനെ നോക്കിയായിരിക്കാം, അരുണിനെ നോക്കിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ നോക്കിയായിരിക്കാം. ഇതിലിരിക്കുന്ന നിന്റെ കുടുംബത്തെക്കാളും നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കാളും
നിന്റെ പണത്തെക്കാളും നിന്റെ ബലത്തെക്കാളും ഈ ലോകത്തെക്കാളും എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഇതിനെന്താണ് നീ മറുപടി പറയുക? എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്തെല്ലാം വന്നാലും അതിന്റെ മുൻപിൽ എന്റെ കർത്താവിന്റെ സ്നേഹത്തെ അവൻ എന്തെല്ലാം വന്ന് എന്നെ തകർക്കാൻ നോക്കിയാലും അതെല്ലാം മാറ്റി പുറകിൽ വെച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുൻപിൽ എന്റെ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ വെക്കും എന്ന് പറഞ്ഞ പത്രോസാണ് പ്രകാരം പറയുന്നത്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ, ഓ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. വീണ്ടും കർത്താവ് ചോദിക്കുക, പത്രോസേ വീണ്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കടഭാരം വരും കേട്ടോ, പ്രശ്നങ്ങൾ വരും പത്രോസേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നെ പിൻപറ്റി വന്നപ്പോൾ നിന്റെ ശാരീരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നിന്നോട് ചോദിക്കേണ്ട ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് വീണ്ടും പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലാതെ ഞാൻ എന്റെ കടങ്ങളെ തീർത്ത് എന്റെ കുടുംബങ്ങളെ ഞാൻ എല്ലാത്തിനും നോക്കിയിട്ട് വരാന്നല്ല അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞ പ്രകാരമാ കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്നെ ഇനി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആടുകളെ പാലിക്കുക. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ പലതും നമ്മുടെ മുൻപിൽ കടന്നു വരും. എല്ലാ പരീക്ഷണങ്ങളെയും മറികടന്നാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത്. അവൻ സകല പരീക്ഷണങ്ങളെ മറികടന്ന് അവൻ സാദൃശ്യമായി, അവൻ സകലത്തിന് മുൻപിൽ മാതൃകയായി അവൻ നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. എന്നാൽ നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെ മുൻപിൽ കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ട ഒരുവനെ മാത്രമായിരിക്കണം. നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് സകല ഭാരങ്ങളും സകല കഷ്ടങ്ങളെയും അനുഭവിച്ച് മാതൃകയായി തീർന്ന യേശു ക്രിസ്തുവിനെ മാത്രമാണ് നാം ഇന്ന് മാതൃകയായി വെച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിനെ കൊണ്ട് അത്ഭുതം അകന്നു കളയാതെ എപ്പോഴും അവനോടുകൂടെ ചേർന്നുകൊണ്ട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ നിന്നെ വിട്ട് പിരിയില്ല, മരണമല്ലാതെ ഞാൻ നിന്നെ വിട്ട് വേർപിരിയില്ല എന്ന് നീ ആത്മാർത്ഥമായി നീ പറയുന്നുണ്ടെങ്കിൽ, ഓ നിന്റെ വായിൽ പുറപ്പെടുന്ന വാക്ക് നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും നിന്റെ സഭയ്ക്കും നീ ഒരു അനുഗ്രഹമായി തീരും. വെറുതെ ഒരു വാക്കുകൊണ്ട് പറയുന്നതല്ല, യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവനെ സമർപ്പിച്ച് കൊടുത്താൽ തീർച്ചയായും നിന്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകൾക്കും അവൻ വ്യത്യാസം തരും. കടഭാരമാണോ അവനോട് ഏൽപ്പിക്കുക. അവൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ അതിനെ മാറ്റി തീർക്കാം. നീ ചുമക്കണ്ട. നിന്റെ ഭാരം എത്ര വലുതാണെങ്കിലും അവനോട് സമർപ്പിക്കുക. നിന്റെ രോഗം നിന്റെ മരണത്തോട് വെല്ലുവിളിക്കുന്ന രോഗമാണെങ്കിലും കർത്താവ് പറഞ്ഞു, അവൻ സ്വന്തം മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഞാൻ നിന്നോട് കൂടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് നിസാരപ്പെട്ട രോഗങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നീ ദുഃഖത്താൽ ഭാരപ്പെടുന്നു? രോഗത്തെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുത്താണ്ട് അവൻ നിമിഷ നേരം കൊണ്ട് സൗഖ്യമാക്കി നിന്നെ ആരോഗ്യത്തോടെ ഓടുമാറാക്കും. ഹല്ലേലൂയ. അവരെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ല. പരീക്ഷണങ്ങൾ പലതും എന്റെ മുന്നിൽ കടന്നു വന്നാലും ഞാൻ നിന്നെ വിട്ട് വേർപിരിയുകയില്ല, നിന്നെ ഞാൻ ഒരു നാൾ മറുതലിച്ച് പറയുകയില്ല. എത്ര വലിയ പോരാട്ടങ്ങൾ വന്നാലും അതിന്റെ നടുവിൽ അത് മറികടന്ന് ജയിക്കുവാനുള്ള കൃപ നീ എനിക്ക് തരുമാണ്. ദൈവം പറയുന്നു, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഓ ഐ ആം ദ വിന്നർ. കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ലോകത്തെ ജയിച്ചത്? നോക്കണം, കടഭാരങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ ശാരീരികമായി മാനസികമായി എല്ലാ അവസ്ഥകളെയും അവൻ ക്രൂശിൽ അവൻ ജയമെടുത്തു. നാം ഇന്ന് അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളെയും അവൻ ക്രൂശിൽ മരിച്ചു ജയമെടുത്തു. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ഞാൻ ജയിച്ചവനായി നിന്റെ മുൻപിൽ നിൽക്കുന്നു. നീ ഭയപ്പെടില്ല, എന്നെ നീ മാതൃകയായി വെച്ചുകൊള്ളുക. നീ യാത്ര ചെയ്യുന്ന എല്ലാ വഴികളിലും ഇത് നിന്നെ അവൻ നിലനിർത്തുവാനിടയാകും, ഉറപ്പിക്കുവാനിടയാകും, ശക്തിപ്പെടുത്തുവാനിടയാകും, നിന്നെ നടത്തുവാനിടയാകും. ഹല്ലേലൂയ. ഇതിനേക്കാൾ നമുക്ക് എന്താ വേണ്ടത്? കർത്താവ് ശക്തീകരിക്കുന്ന വലിയ കൃപയ്ക്കായി യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കൃപ എല്ലാവരുടെ മേൽ അധികമായി പകരുമാറാകണം, അധികമായി പകരുമാറാകണം, ബലപ്പെടുത്തുമാറാകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.